എന്റെ ആറ്റുകാലമ്മേ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നേ? ഇതൊക്കെ ഉള്ളത് തന്നെയാണോ അശ്വതി? ഓ, കേട്ടിട്ട് എനിക്ക് എന്റെ കൈയും കാലും വിറയ്ക്കുന്നു. എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ. അമ്മയായിട്ട് ഇനി ഇതാരോടും വിളിച്ചറിയിക്കാനൊന്നും നിൽക്കണ്ട. അഥവാ അപ്പു ഇനി ഇവിടെ വന്നാലും ഇതേക്കുറിച്ച് അവളോട് ചോദിക്കാനൊന്നും നിൽക്കണ്ട. അമ്മയോട് പോലും ഇതേപ്പറ്റി പറയരുതെന്നാ മുരളിയേട്ടൻ പറഞ്ഞത്. ഞാൻ പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ചേട്ടൻ വരുമ്പോ അമ്മ ഇത് അറിഞ്ഞ ഭാവമൊന്നും വെക്കണ്ട. എന്നെ ഒളിച്ചു വെച്ചിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ എത്ര നാളെന്ന് കരുതിയാ എല്ലാവരുടെയും കണ്ണും ചെവിയൊക്കെ പൊത്തിപ്പിടിക്കുന്നേ? എന്തായാലും ഒരു ദിവസം ഇതെല്ലാവരും അറിയില്ലേ? അല്ലേലും ഇങ്ങനെയുള്ളവർ ഒരുമ്പെട്ടിറങ്ങിയാ ഇറങ്ങിയത് തന്നെ. പിന്നെ വീട്ടുകാരെന്നോ നാട്ടുകാരെന്നോ ഉള്ള ചിന്തയൊന്നും അവർക്കില്ല. ആ, നമ്മുടെ കളരിവാതുക്കലെ കൊച്ചുകൃഷ്ണൻ ചേട്ടന്റെ രണ്ടാമത്തെ ചെറുക്കനില്ലേ, ഇതുപോലെ കുഴപ്പമായിരുന്നു. ചെറുക്കൻ കൊച്ചിലെ മുതലേ പെണ്ണുങ്ങളെ പോലായിരുന്നു. വീട്ടുകാരും അന്ന് അത്ര ഗവനിച്ചില്ല. പക്ഷെ വളരുന്നതിനനുസരിച്ച് ചെറുക്കൻ തനി പെണ്ണുങ്ങളെ പോലായിക്കൊണ്ടിരുന്നു. ഉടുപ്പും നടപ്പും കിടപ്പും എല്ലാം തനി പെണ്ണ്. ഓ, വീട്ടുകാർ മാറ്റിയെടുക്കാനാവും വിധം ഒക്കെ നോക്കി. പക്ഷെ ചെറുക്കൻ വഴങ്ങിയില്ല. ഒടുക്കൻ ചെറുക്കനെ വീട്ടുകാരായിട്ട് തന്നെ അടിച്ചു പുറത്താക്കുമായിരുന്നു. എന്റെ ഈശ്വരാ, എന്തോരം പണവും പ്രതാപവും ഉള്ള കുടുംബക്കാരായിരുന്നു. ഈ ഒരൊറ്റ മുടിഞ്ഞ വിത്ത് കാരണം കുടുംബം കുളം തോണ്ടിയില്ലേ? നിന്ന നിപ്പിലാ കൊച്ചുകൃഷ്ണൻ ചേട്ടൻ ചങ്ക് പൊട്ടി ചത്തത്. അന്ന് വീണതാ വിലാസിനി ചേച്ചി. 3-4 വർഷം കിടന്ന് നരകിച്ചിട്ടാ അവരും പോയത്. എല്ലാം ഈ കുരുപ്പ് കാരണമാ. അതിനെന്താ, അവനും ആയുസധികം ഇല്ലായിരുന്നു. തള്ള മരിച്ച പിറ്റേ കൊല്ല അവനും തീർന്നു. കൊറ്റംകുളങ്ങര അമ്പലത്തില് ആണുങ്ങൾ പെൺവേഷം കെട്ടി വിളക്കെടുക്കുന്ന ഒരു നേർച്ചയുണ്ട്. ഉത്സവത്തിന് വിളക്കെടുക്കാൻ പോയ ആളുടെ ശവം പിന്നെ കളരിവാതുക്കലെ കുളത്തിലാ പൊങ്ങിയത്. ചാടി ചത്തതാണെന്നും പറയുന്നുണ്ട്. മൂത്ത ചേട്ടൻ നാണക്കേട് ഭയന്ന് ആളെ വെച്ച് ചെയ്യിച്ചതാണെന്നും ഒരു സംസാരമുണ്ട്. നീ സംശയിക്കണ്ട, അശ്വതി എന്നോടെല്ലാം പറഞ്ഞു. ദേ, ഈ കാര്യത്തിൽ നിന്റെ തീരുമാനമാണ് ശരിയെന്ന് ഞാൻ ഇവളോട് ഉദാഹരണ സഹിതം പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അടുപ്പിക്കണ്ട മുരളി. ഇനി ഒരു കാരണവശാലും അവരുമായിട്ടൊരടുപ്പത്തിനോ ബന്ധത്തിനോ പോയേക്കരുത്. അവരായി അവരുടെ പാടായി. ഇങ്ങോട്ടേക്ക് ഒരു ലോഹ്യത്തിന് വന്നാലും എന്തെങ്കിലും പറഞ്ഞ് അങ്ങ് ഒഴിവാക്കി വിട്ടേക്കണം. ഓ, എന്നാലും ഇതൊരു നാശത്തിലേ കലാശിക്കൂ. എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് നമ്മളായിട്ടെന്തിനാ അതിന്റെ പങ്ക് പറ്റാൻ പോകുന്നത്? മാളു പറഞ്ഞ സ്ഥിതിക്ക് വിപിയേട്ടനും ഗീതേച്ചിയും ചിലപ്പോ ഇതേപ്പറ്റി നമ്മളോട് തുറന്നു പറഞ്ഞേക്കും. അങ്ങനൊരു സിറ്റുവേഷൻ വന്നാ നമ്മൾ എങ്ങനെ അവരെ രണ്ടുപേരെയും ഫേസ് ചെയ്യും മുരളിയേട്ടാ? എന്തൊക്കെയാണെങ്കിലും ഒരു കുടുംബം പോലെ കഴിഞ്ഞവരല്ലേ നമ്മള്. അവർക്കിങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോ അതിനിപ്പോ നമ്മളൊന്നും ചെയ്തിട്ടല്ലല്ലോ അവരുടെ മോളിങ്ങനെ ആയത്. ദേ അശ്വതി, അവളുടെ വാക്കും കേട്ട് ഈ കാര്യത്തിൽ നീ കൂടുതൽ സഹതാപമൊന്നും കാണിക്കാൻ പോകാതിരിക്കുന്ന നല്ലത്. അതൊടുക്കം വയ്യാവേലിയാവേ. അവരുടെ കാര്യം വിട്ടിട്ട് നിങ്ങൾ ഇവിടുത്തെ കൊച്ചിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്ക്. ഇതൊക്കെ 4 ആളറിഞ്ഞ് നാറ്റക്കേസാകുന്നതിന് മുമ്പ് എത്രയും വേഗം ആ പയ്യന്റെ വീട്ടുകാരുടെ കയ്യോ കാലോ പിടിച്ച് നമ്മുടെ കൊച്ചിനെ കെട്ടിച്ചു വിടാൻ നോക്ക്. ദേ, വിപിയുടെ മോള് പെണ്ണായാലും ആണായാലും അതിന്റെ കൂട്ടും നടപ്പും കിടപ്പും ഒക്കെ ഇവിടുത്തെ കൊച്ചിന്റെ കൂടെ ആയിരുന്നു. അത് മറക്കണ്ട. ആൾക്കാർക്ക് കഥയുണ്ടാക്കി രസിക്കാൻ കൂടുതൽ കാരണങ്ങളൊന്നും വേണ്ട, പറഞ്ഞേക്കാം. അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ മുരളിയേട്ടാ, ഞാനത് ഓർത്തില്ല. അല്ലെങ്കിൽ തന്നെ അങ്ങനൊരു കഥ അപ്പൂനെയും മാളുവിനെയും പറ്റി കോളേജിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു അശ്വതി. ഒരിക്കൽ അരുൺ ഇതേപ്പറ്റി വിപിയോട് സൂചിപ്പിച്ചിരുന്നതാ. ഈശ്വരാ, എന്തൊക്കെ കേക്കുന്നേ? നീ വിഷമിക്കാതെ, അമ്മ പറഞ്ഞതാ ശരി. ഇതൊക്കെ അധികം ആൾക്കാർ അറിയുന്നതിന് മുൻപ് മാളുവിന്റെ കല്യാണം നടത്തണം. ഇനിയിപ്പോ കോഴ്സ് കഴിയാനൊന്നും വെയിറ്റ് ചെയ്യണ്ട. ഇനിയിപ്പോ കോഴ്സ് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല കിഷോർ. എൻഗേജ്മെന്റ് ആയിട്ടൊന്നും നടത്തണമെന്നില്ല. അറ്റ് ദ ഏർലിയസ്റ്റ് നമ്മൾക്ക് അവരുടെ കല്യാണം അങ്ങ് നടത്താം. എന്തു പറയുന്നു കിഷോർ? എന്താ കിഷോർ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അസൗകര്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ തുറന്നു പറയാൻ മടിക്കണ്ട.
അസൗകര്യത്തിന്റെ വിഷയമല്ല മുരളിയേട്ടാ, അല്ലാതെ ചില കോംപ്ലിക്കേഷൻസ്. എന്ത് കോംപ്ലിക്കേഷൻ? അതിപ്പോ ഞാൻ എങ്ങനെ പറയുക? പക്ഷെ പറയാതിരിക്കുന്നതിലും കാര്യമില്ലല്ലോ. നമ്മൾ തമ്മിൽ ഒരു മുഖവരയുടെ ആവശ്യമില്ലല്ലോ കിഷോർ. എന്തായാലും എന്നോട് പറയാൻ മടിക്കണ്ട. കമോൺ. കാര്യം ഞങ്ങളായിട്ട് മുൻകൈ എടുത്തു വന്ന ആലോചന ഇത്. അരുണിന് നിങ്ങളുടെ മോളോടുള്ള ഇഷ്ടം കൊണ്ടാ ഞങ്ങൾ നേരിട്ട് വന്നതും. പെൺകുട്ടിയും വീടും ചുറ്റുപാടുമൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് ബോധിക്കുകയും ചെയ്തു. ഞങ്ങൾക്കും 100% ഓക്കെ ആയതുകൊണ്ടാണല്ലോ നമ്മൾ അവിടുന്ന് മുന്നോട്ട് പോയത്. പിന്നെ ഇപ്പം എന്താ പെട്ടെന്ന്? അരുണിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഏയ്, ഇതുവരെ അവൻ അങ്ങനൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷേ പിന്നീട് അവനത് വേണ്ടായിരുന്നു എന്നൊരു തോന്നലുണ്ടായാലോ എന്നൊരു പേടി ഞങ്ങൾക്കുണ്ട്. ഇപ്പോ മുരളിയേട്ടനിൽ നിന്ന് ആ കുട്ടിയുടെ കാര്യം കൂടി കേട്ടപ്പോൾ ഇത് ഗൗരവമായിട്ട് എടുക്കേണ്ട വിഷയമാണെന്ന് തോന്നുന്നു. സോറി, കിഷോർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വീട്ടുകാരായിട്ട് ഉറപ്പിച്ച നിശ്ചയം മാറ്റിവെക്കണമെന്ന് മാളവിക അരുണിനോട് ആവശ്യപ്പെട്ടപ്പോഴേ ഞങ്ങൾക്ക് പുത്തരിയിൽ കല്ലുകടിച്ച പോലെയായി. സ്വന്തം വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഒരു അസുഖമോ ആപത്തോ വന്നിട്ടാണ് ആ കുട്ടി ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഞങ്ങൾക്കത് മനസ്സിലാവും. പക്ഷേ ഒരു ഫ്രണ്ടിന് വേണ്ടി ഇതുപോലൊരു നല്ല കാര്യം മാറ്റിവെക്കണമെന്ന് പറയുമ്പോൾ അതിലെന്തോ ശകുനപ്പഴ എനിക്കും അപർണയ്ക്കും തോന്നി. അരുണിനും അത് വല്ലാതെ ഫീൽ ചെയ്തു. നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടും വിഷമമൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ മാളുവിൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ പറ്റിപ്പോയൊരു അബദ്ധമാണത്. ഞാൻ പറഞ്ഞല്ലോ, വെറും ഒരു അയൽപക്കം എന്നുള്ളൊരു റിലേഷനല്ല ഞങ്ങൾ രണ്ട് വീട്ടുകാരും തമ്മിലുള്ളത്. പോരാത്തതിന് അപ്പുവും മാളുവും തമ്മിൽ അത്രയ്ക്കൊരു ആത്മബന്ധമുണ്ട് താനും.